നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി നിൽക്കെ മുന്നണികൾ ശക്തമായ ത്രികോണ മത്സരത്തിന് ഒരുങ്ങുകയാണ്. എന്നാൽ ഇപ്പോൾ മലമ്പുഴയിൽ മത്സരിക്കാൻ VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷുമായി നേതൃത്വം ചർച്ച ചെയ്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത് കേട്ടറിവാണെന്നും തീരുമാനിക്കേണ്ടത് KPCCയും സ്ക്രീനിംഗ് കമ്മിറ്റിയും ആണെന്നും വെളിപ്പെടുത്തി VK ശ്രീകണ്ഠൻ MP രംഗത്തെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിസ്മയം തീർത്ത് UDF അധികാരത്തിൽ വരുമെന്നാണ് ശ്രീകണ്ഠൻ MPയുടെ ആത്മവിശ്വാസം. പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നവർ അടക്കം UDFന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി വരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. AICC ആലോചിച്ചാണ് അന്തിമമായി ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിക്കുക. CPMന്റെ വഴിവിട്ട പോക്കിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരിക്കുകയാണ്. അവരെ കോൺഗ്രസ് സ്വീകരിക്കും. സുരേഷ് UDF സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അയോഗ്യതയൊന്നുമില്ല എന്നായിരുന്നു ശ്രീകണ്ഠന്റെ മറുപടി. സുരേഷിന് മാത്രമല്ല, പാലക്കാട്ടെ CPMന്റെ പോക്കിൽ നിരവധി പേർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്രതീക്ഷിതമായ പലതും പാലക്കാട്ടെ CPMൽ സംഭവിക്കുമെന്നും ശ്രീകണ്ഠൻ പറയുകയുണ്ടായി. പാലക്കാട്ടെ മലമ്പുഴയിൽ സുരേഷിനെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ സുരേഷിനെ കണ്ട് സംസാരിച്ചു. ഇടതുകോട്ടയായ മലമ്പുഴയിൽ നിന്നാൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ദീർഘകാലം VSന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു സുരേഷ്. എന്നാൽ ഇതൊന്നുമല്ല അപ്രതീക്ഷിത ട്വിസ്റ്റ്. കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന തരത്തിലെ യാതൊരു തീരുമാനവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് സുരേഷിന്റെ മറുപടി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 11 വർഷമായെന്നും എന്നാൽ താൻ ഇപ്പോഴും ഇടതുപക്ഷ അനുഭാവിയായി തുടരുന്ന ആളാണ് താനെന്നും മറ്റൊരു പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സുരേഷ് തുറന്നടിക്കുകയുണ്ടായി. ഇടതുകോട്ടയായ മലമ്പുഴയിൽ കോൺഗ്രസിന് സുരേഷിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല എന്ന ബോധ്യമാണ് ഈ ചർച്ചയ്ക്ക് പിന്നിലെന്നത് വ്യക്തമാണ്. CPMൽ നിന്ന് 11 വർഷം മുൻപ് പുറത്താക്കപ്പെട്ട VSന്റെ വിശ്വസ്തനായ സുരേഷ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇടതു വോട്ടുകളും സമാഹരിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇടതുപക്ഷ പ്രസ്ഥാനം രാജ്യത്തും കേരളത്തിലും വേണമെന്ന അഭിപ്രായക്കാരനാണ് താൻ. എല്ലാ പാർട്ടി നേതാക്കളുമായി സൗഹൃദമുണ്ട്. അതുകൊണ്ടാകും കോൺഗ്രസ് നേതാക്കൾ തന്നോട് സംസാരിച്ചതെന്നും സുരേഷ് പ്രതികരിച്ചു. ഏതായാലും ഇടതുപക്ഷ അനുഭാവികളെയും പ്രവർത്തകരെയും തങ്ങളുടെ പാർട്ടിയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരുതരം പ്രവണതയാണ് കോൺഗ്രസിനുള്ളത്. പാർട്ടിയിലേക്ക് ആര് വന്നാലും സ്വീകരിക്കുമെന്ന മുന്നണിയുടെ രീതി ഒടുവിൽ കോൺഗ്രസിന് തന്നെ തലവേദനയാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ആയിഷ പോറ്റിയെ പോലുള്ള വർഷങ്ങളായി ഇടതുപക്ഷ മുന്നണിയിൽ നിലയുറപ്പിച്ച് നിന്നിരുന്ന നേതാക്കൾക്ക് ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയെ തള്ളിക്കളഞ്ഞ് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് അധികാര കസേര ആഗ്രഹിച്ചാണെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിനുമെന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെയും പാർട്ടി അനുഭാവികളെയും ചാക്കിട്ട് പിടിക്കുന്ന ഒരു രീതി കോൺഗ്രസിനുണ്ടെന്ന ആക്ഷേപവും ഉയർന്നു വരികയാണ്. ഇടതുപക്ഷവുമായി ഇടം തിരിഞ്ഞു നിൽക്കുന്നവരെയെല്ലാം കൂടെ കൂട്ടിയാൽ ഭരണം തിരിച്ചു പിടിക്കാമെന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ വെള്ളത്തിലാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. VSനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു മണ്ഡലമാണ് മലമ്പുഴ എന്നത്. VSന്റെ സ്വാധീനമുള്ള മലമ്പുഴയിൽ സുരേഷിന് പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ മലമ്പുഴയിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ഇടതുകോട്ട പിടിക്കാമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ മലമ്പുഴയിൽ സുരേഷ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായാൽ CPM ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ ഇനി എല്ലാ കണ്ണുകളും മലമ്പുഴയിലേക്ക് തന്നെയാകും.